നാം ജീവിക്കുന്ന ഈ കാലഘട്ടം, അതുമായി ബന്ധപ്പെട്ടാണല്ലോ ക്രിസ്മസ് സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്കിടയാവേണ്ടത്. അത് അസഹിഷ്ണുതയുടെയും ഭയപ്പാടിൻ്റെയും ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ സമാധാനത്തിൻ്റേതായുള്ള ദൂത് ദൈവം നമുക്ക് നൽകുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിനെ മഹത്വം കരയറ്റുവാനായിട്ടും ഭൂമിയിൽ ദൈവം നൽകുന്ന സമാധാനം ഉൾക്കൊള്ളുവാനായിട്ടും ഇടയായി തീരേണ്ട ഒരവസരമാണ് ക്രിസ്മസിൻ്റേതായുള്ള കാലഘട്ടം. ഏതാനും ദിനങ്ങൾ മാത്രം നമ്മൾ തങ്ങി നിൽക്കേണ്ടതായുള്ള ഒന്നല്ല. പിന്നെയോ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം പ്രഘോഷിക്കുമ്പോൾ എക്കാലത്തും എല്ലായിടത്തും എപ്പോഴും മാനവ സമൂഹത്തിലും പ്രപഞ്ചത്തിലും അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്കിടയായിട്ട് തീരേണ്ട ഒന്നാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്, വളരെ സങ്കീർണതകൾ നിറഞ്ഞതായുള്ള ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോടുകൂടി ഉണ്ട് എന്നുള്ളതായുള്ള ഉറപ്പാണ് ക്രിസ്മസ്. നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മോട് മന്ത്രിക്കാറുണ്ട്, ഇതൊന്നും ദൈവം കാണുന്നില്ലേ, ഇതൊന്നും ദൈവം അറിയുന്നില്ലേ, എന്തിനാണ് എന്നെ ഇതിൻ്റെ മധ്യത്തിലൂടെയൊക്കെ ജീവിക്കുവാനായിട്ട് ആക്കിയിരിക്കുന്നത്? എന്നാൽ ദൈവം നൽകുന്നതായുള്ള ഉറപ്പ്, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ലോകത്തെമ്പാടും എല്ലാ കാലത്തും എല്ലാവർക്കും നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെയും സാധ്യമായിട്ട് തീരേണ്ട ഒന്നാണ് ക്രിസ്മസ് നൽകുന്ന ഇമ്മാനുവേൽ എന്നുള്ളതായിട്ടുള്ള സന്ദേശം. 3, സെൽഫിയുടെ കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. ഏറ്റവും ചെറിയ ഒരു മൊബൈൽ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മളുടെ ഉള്ളിൽ നമുക്ക് വഹിക്കുവാൻ കഴിയുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു കാലഘട്ടം. ഒരു കാലത്ത് വലിയവർ നിയന്ത്രിച്ചിരുന്നതായിട്ടുള്ളൊരു ലോകമാണ് ഈ ലോകം എന്നത് ചിന്തിപ്പാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഇന്ന് ചെറിയവരുടെ ലോകമാണ് ഇന്നത്തെ ലോകം, അല്ലെങ്കിൽ ഇന്ന് നാം കാണുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം. ഈ സെൽഫിയുടെ കാലഘട്ടത്തിൽ ചെറുതാകലിന് ഒരു സന്ദേശം നമുക്ക് നൽകാനായിട്ടുണ്ട്. സ്വർഗോന്നതി വിട്ട് താഴെ ഭൂമിയിൽ ഒരു ചെറു പൈതലായിട്ട് പുൽക്കൂട്ടിൽ കിടക്കുവാൻ്റെ കോണം മനസ്സ് വെച്ചതായിട്ടുള്ള അഖിലാണ്ടത്തിൻ്റെ ഉടയനായിട്ടുള്ള ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചെറുതാകുക. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. എന്നാൽ ഹംബിൾ ബാക്ക്ഗ്രൗണ്ട് ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം ക്രിസ്മസിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഇടയാവണം. ഏതാനും വാക്കുകൾ കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാം എന്നത്ര ആഗ്രഹിക്കുന്നത്. അസഹിഷ്ണുതയും ഭയപ്പാട് നിറഞ്ഞതായിട്ടുള്ള ഒരു കാലഘട്ടം, വെറുപ്പും വിദ്വേഷവും വളരുന്ന, ബഹുസ്വരത നഷ്ടമാകുന്ന ലോകം, ആഗോളതലം മുതൽ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനഘടകമായ കുടുംബങ്ങൾ വരെ ഇന്ന് അസഹിഷ്ണുത എത്തി നിൽക്കുന്നു. ഒരു വർഷത്തിലേറെയായി ഉക്രൈൻ റഷ്യ യുദ്ധം തുടരുന്നു. എത്രയെത്ര ആളുകളാണ് ഈ ലോകത്തോടെ യാത്ര പറയേണ്ടതായിട്ട് വന്നത്. ചോരപ്പുഴ ഒഴുകുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഇന്നും വലിയ ചോദ്യചിഹ്നമാണ്.
അമേരിക്കയിലെ പുതിയ പ്രസിഡൻ്റ് എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്നതുവരെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതും റഷ്യയുടെയും യുക്രൈൻ്റെയും പശ്ചാത്തലത്തിലാണ് എന്നതുകൂടി നാം ഓർക്കുമ്പോൾ അത്രയ്ക്ക് വിസ്മരിക്കാവുന്ന, തള്ളിക്കളയാവുന്ന ഒന്നല്ല ഇന്ന് റഷ്യ യുക്രൈൻ യുദ്ധഭൂമി എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ എല്ലാം ഉൾപ്പെടെ എത്രയോ നിരപരാധികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. വളരെയധികം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട്. എവിടേക്ക് എന്നതറിയാൻ പാടില്ലാതെ, എവിടെയാണൊരു സുരക്ഷിതം എന്നത് മനസ്സിലാക്കാനായിട്ട് പാടില്ലാതെ. ലോകത്തിന് സമാധാനം നൽകേണ്ടതായ ഐക്യരാഷ്ട്ര സംഘടന പോലും വെറും ഒരു നോക്കുകുത്തിയായിട്ട് മാറിയിരിക്കുന്നു എന്നത് വിശേഷിപ്പിക്കേണ്ടി വരുന്നതായിട്ടുള്ള അവസരം. വംശീയ പ്രശ്നങ്ങൾ മൂലമുള്ള സംഘർഷങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഇടയിൽ മണിപ്പൂരിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അവർ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകും. എന്നാൽ ഈ മണിപ്പൂരിൽ ഇപ്പോഴും അതൊരു കലാപഭൂമിയാണ്. ഇപ്പോൾ ആരാ മരിച്ചിട്ടുള്ളത്, നാളെ ആരാ മരിക്കുന്നത് ഒന്നും അറിയാനായിട്ട് പാടില്ല. വളരെയധികം പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നതായുള്ള മനുഷ്യന് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള അവസരം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നത് നാം തിരിച്ചറിയുന്നുണ്ട്. എവിടെയാണ് യുദ്ധം ആരംഭിക്കുന്ന ഒരു കൊച്ചു മനസ്സിലാണ്. വിദ്വേഷത്തിൻ്റേതായുള്ള വാക്കുകൾ എത്രയാണ് മനുഷ്യരിൽ നിന്ന് ഇന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞും അറിയാതെയും. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞതായിട്ടുള്ള അരുമനാഥനാണ് പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവായിട്ട് നാമെ കാണുന്നത്. ഇടമില്ല എന്ന് പറഞ്ഞാൽ തിരസ്കരിച്ചതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിലെ മാലാഖമാർ പാട്ട് പാടുന്നു, മരുഭൂമിയിലെ ആട്ടിടയന്മാർ ഒന്നിച്ചു ചേരുന്നു, കിഴക്കുനിന്ന് വിദ്വാൻമാർ എത്തിച്ചേരുന്നു. എല്ലാം ഈ ശിശുവിനെ കാണുന്നതിനായിട്ട്. ഇന്ന് അനാഥമാക്കപ്പെടുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച്, വൃദ്ധജനങ്ങളെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് ഒക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആവശ്യമാണ്. ഞാൻ അടുത്ത സമയത്ത് ഇപ്രകാരം വായിക്കുകയുണ്ടായി. ഒരു വൃദ്ധനായുള്ള മനുഷ്യൻ ജോലിയെല്ലാം നന്നായിട്ട് ചെയ്ത് മക്കൾക്ക് വേണ്ടി എല്ലാം സമ്പാദിച്ച് ഗൾഫ് രാജ്യത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വീട്ടിൽ വന്ന് പാർക്കുന്നതിനായിട്ട് ശ്രമിക്കുമ്പോൾ ഇളയ മകൻ ചോദിക്കുകയാണ്, അപ്പാ ജീവിക്കാൻ എന്തെങ്കിലും മാർഗം കാണണ്ടേ? ആയിട്ട് രണ്ടാമത്തെ മകൻ്റെ അടുത്ത് പോയി താമസിക്കാം എന്ന് വെച്ച് അവിടേക്ക് പോയ അവസരത്തിൽ എങ്ങനെയാണ് നമ്മളുടെ ചിലവുകളൊക്കെ കഴിയുന്നത് എന്നുള്ളതല്ല ചോദ്യം. അപ്പൻ അവിടെ ജോലി ചെയ്ത് പണം അയച്ചോളും, ആ പണം ഇഷ്ടം പോലെ ഇവിടെ ചിലവഴിക്കാം, സൗകര്യമായിട്ട് ജീവിക്കാം എന്നുള്ളതല്ല. ആ സൗകര്യപ്രദമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് അല്പം ബുദ്ധിമുട്ടും വേദനയും പ്രയാസമൊക്കെ ഉണ്ടാകുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല ആർക്കും. ആ വൃദ്ധൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിതൊന്നും ഉൾക്കൊള്ളുവാനായിട്ട് കഴിവില്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും മാർഗം നോക്കാം. അദ്ദേഹം വീണ്ടും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഇവിടെ ഇട്ടിട്ട്, കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ കുടുംബസ്ഥരായി, അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പിന്നെ ഗൾഫിലേക്ക് വീണ്ടും യാത്ര ചെയ്യാണ്. എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തി ഒന്ന് ജീവിക്കാനായിട്ട് കഴിയണം. ജീവൻ എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ്. ജീവൻ എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ്. അതേത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും പ്രകൃതിക്ക് പോലും പ്രാധാന്യമുള്ളതാണ് ജീവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്വതന്ത്രമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ നമ്മുടെ സ്ഥിതി എന്താകും?
കാർബൺ ഡയോക്സൈഡ് കിട്ടാതെ വന്നാൽ പ്രകൃതിയുടെ ജീവിതം എങ്ങനെയാകും? ഇതൊന്നും നാം ചിന്തിക്കാറില്ല. വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ്. അവിടെയാണ് പ്രശ്നം. വളരെയധികം മനസ്സ് ഫോക്കസ്ഡായി ചില കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനായിട്ടും നിശ്ചയിക്കുന്നതിനായിട്ടും പ്രവർത്തിക്കുന്നതിനായിട്ടും നമുക്കിടയായിട്ട് തീരുമ്പോൾ മാത്രമാണ് ക്രിസ്മസ് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത് എന്നത് ഓർക്കേണ്ടതാണ്. കണ്ണൂരിലെ ഉദ്യോഗസ്ഥനെ യാത്ര പറഞ്ഞതായിട്ടുള്ള അവസരത്തിലുണ്ടായ വിദ്വേഷത്തിൻ്റേതായുള്ള വാക്കുകൾ അവസാനിച്ചത് ഒരു ജീവിതം ആത്മഹത്യയിലേക്ക് നീങ്ങി എന്നത് മാത്രമല്ല, ആ കുടുംബം ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ തുടങ്ങി? വിദ്വേഷത്തിൻ്റേതായുള്ള വാക്കുകൾ. നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് ഏത് രീതിയിലാണ് മറ്റുള്ളവരെ ജീവനിലേക്ക് നയിക്കുന്നത്, സമൃദ്ധിയായുള്ള ജീവനിലേക്ക് നയിക്കുന്നത്, സമാധാനത്തിലേക്ക് നയിക്കുന്നത്, ദൈവത്തിന് മഹത്വം കരയേറ്റുവാനായിട്ട് ഇടയായിത്തീരുന്നത്, ഇത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ലേ? തീവ്രമായിട്ടുള്ള മഴയും മണ്ണിടിച്ചിലും മനുഷ്യ മനസ്സുകളിൽ നിറയ്ക്കുന്നതായിട്ടുള്ള ആശങ്കകൾ ചെറുതല്ല. വയനാട് ചുരമലയെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. എന്നാൽ ഇന്നും ഒരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മളുടെ ജീവിതം? ഒരു പ്രദേശമെല്ലാം അങ്ങ് ഒഴുകിപ്പോയതായിട്ടുള്ള അവസരത്തിലും ആ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം ഡിസ്പ്ലേസ്ഡ് ആയതായിട്ടുള്ള അവസരത്തിലും ആ പ്രദേശത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഒരു ജനവാസ നിബിഡമായിട്ടുള്ള ഒരു രംഗമായിട്ട് തീരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് മനുഷ്യനുണ്ടായിട്ട് പോലും സംസ്ഥാനവും കേന്ദ്രവുമൊക്കെ ഒഴികഴിവുകൾ പറയുകയാണ്. അവരെ ബാധിച്ചിട്ടില്ലല്ലോ, അത് മറ്റുള്ളവരെയാണ് ബാധിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവനം നൽകുവാൻ വന്നതായിട്ടുള്ള അരുമനാഥൻ്റെ ജനനത്തെയാണ് ഈ ക്രിസ്മസിൽ നാം കൊണ്ടാടുന്നത് എന്നത് മറക്കരുത്. ജീവിതത്തിൽ ചെറുതായി തീരണം എന്ന് പറയുന്നതായിട്ടുള്ള വാക്കുകൾ യേശുവിൻ്റെ ഈ ലോകത്തിലെ വാസത്തിൻ്റെ അവസരത്തിൽ തന്നെ യോഹന്നാൻ സ്നാപകൻ പറയുകയുണ്ടായി, അവനോ വളരണം ഞാനോ കുറയണം, അവനോ വളരണം ഞാനോ കുറയണം. ഇത് അരച്ചു കലക്കി ഓരോ ദിവസവും ഒന്ന് സേവിക്കാനായിട്ട് സാധിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. മാൻ ഫോർ അതേഴ്സ്, അതാണ് യേശുവിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളുവിൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ പറയുന്നതായുള്ള വാക്കുകൾ. മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളുവിൻ, അതാണ് കർത്താവും ചെയ്തത്. കർത്താവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുവാൻ്റെ കോണം ശ്രമിക്കുകയും ചെയ്യുന്നത്. ഒന്ന് മാറിക്കൊടുക്കുവാനായിട്ട്, ഒന്ന് മറ്റുള്ളവർക്ക് ഒരു അംഗീകാരം നൽകുവാനായിട്ട്, നാം ജീവിക്കുന്നതായുള്ള ഈ പ്രപഞ്ചത്തിന് തന്നെ ദൈവസൃഷ്ടിയിൽ ഒരു ഉദ്ദേശമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുന്നതിനായിട്ടൊക്കെ നമുക്കിടയായിട്ട് തീരുമ്പോൾ എത്രയോ ആദരവോടുകൂടിയാണ് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിന് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. നാം ചേർന്ന് വന്നിരിക്കുന്നതെല്ലാം ക്രിസ്മസിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആളുകളായിട്ടല്ല. ക്രിസ്മസിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അത് വീണ്ടും ഒന്ന് ആഘോഷിക്കുവാനായിട്ടുള്ള താല്പര്യത്തോടെയാണ് ഇവിടെ ആരംഭിക്കുകയാണ്. ഡിസംബർ 1 നാളെ എന്ന് പറയുന്നത്. ഇവിടെ ആരംഭിക്കുകയാണ്. ഇനി എത്രയോ കാരൽ സർവീസിൽ നാം സംബന്ധിക്കും, എത്രയോ സ്ഥലങ്ങളിൽ പോയി പാട്ട് പാടും, പാട്ട് കേൾക്കും, എത്രയോ സന്ദേശങ്ങൾ നമുക്ക് ശ്രവിക്കും. ഇതെല്ലാം തന്നെ ഒരു ചടങ്ങായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായുള്ള അവസരത്തിൽ we are called
to herald in this world the good news that is given to us by the Creator God through His creation, Jesus the Christ, who is our Lord and Savior. ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ ഈ പുൽക്കൂട്ടിൽ പൂക്കാലം എന്നുള്ള പ്രോഗ്രാമിലൂടെ നമുക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്കേവർക്കും ഞാൻ ആശംസിച്ചുകൊണ്ട് ഒരു ക്രിസ്മസിൻ്റെ നവോത്സവത്തിൻ്റെയും അനുഗ്രഹീതമായിട്ടുള്ള അവസരങ്ങൾ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി 2024 പുൽക്കൂട്ടിൽ പൂക്കാലം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു.